പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർവേദ ചികിത്സയിൽ 8 തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു. ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ, തേക്കടി ജംഗ്ഷൻ, കുമിളി. ശബരിമലയിൽ മകരവിളക്കിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇതുവരെ 8 ലക്ഷത്തോളം ഭക്തർ മല ചവിട്ടി. കഴിഞ്ഞ 2 ദിവസത്തോളമായി ഭക്തജനത്തിരക്കിന് അല്പം കുറവുണ്ടായിട്ടുണ്ട്. 12-ന് തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കും. 14-നാണ് മകരവിളക്ക്. ഇന്നലെ രാത്രി 9 വരെ 77,474 തീർത്ഥാടകരാണ് ശബരിമല സന്നിധാനത്ത് ദർശനത്തിനെത്തിയത്. ജനുവരി 7-ന് 91,333 ഭക്തർ ദർശനത്തിനെത്തിയിരുന്നു. മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ശബരിമല നട തുറന്നതിന് ശേഷം ഇതുവരെ 8 ലക്ഷത്തോളം ഭക്തരാണ് സന്നിധാനത്ത് ദർശനത്തിനെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 1 ലക്ഷത്തിലധികം ഭക്തരാണ് സന്നിധാനത്തെത്തിയത്. കഴിഞ്ഞ 2 ദിവസമായി തിരക്ക് അല്പം കുറഞ്ഞു. വരും ദിവസങ്ങളിലും ലക്ഷത്തിന് മുകളിൽ ഭക്തർ എത്തുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ജനുവരി 14-നാണ് മകരവിളക്ക്. സന്നിധാനത്ത് മകരവിളക്കിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. സന്നിധാനത്തെത്തുന്ന ഭക്തർക്ക് ദേവസ്വം ബോർഡ് എല്ലാവിധ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. സുഗമമായി മകരവിളക്ക് മഹോത്സവം നടത്താൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് ദേവസ്വം ബോർഡ്. ശബരിമലയിൽ എത്തുന്ന ഭക്തർ കലാപരിപാടികളും അവതരിപ്പിച്ചാണ് മടക്കം. തിരക്ക് വർദ്ധിച്ചതിനാൽ നിലയ്ക്കൽ മുതൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ സ്പോട്ട് ബുക്കിംഗ് മാത്രമാണുള്ളത്. കാനനപാത വഴിയും തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. തിരുവാഭരണ ഘോഷയാത്ര 12-ന് ആരംഭിക്കും. 14-നാണ് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന. മകരജ്യോതി ദർശനത്തിന് വിപുലമായ സൗകര്യങ്ങളാണ് ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, ശബരിമല. പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആയുർവേദ ചികിത്സയിൽ 8 തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു. ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ, തേക്കടി ജംഗ്ഷൻ, കുമിളി.